നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കവറുകളുണ്ടല്ലോ. ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ കവറും കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ കവറും കിട്ടും. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കന്നാസോ വല്ലതും എടുത്തിട്ട് ഈ കവറിനകത്തോട്ട് വെക്കുക. എന്നിട്ട് എത്ര കവറുണ്ടോ അത് എല്ലാം തന്നെ ഇതുപോലെ ഒന്നിനൊന്നായിട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഒരു കവറ് കന്നാസിനെ റാപ്പ് ചെയ്ത് വെച്ചു, അടുത്ത കവറും എടുത്ത് ആ കവറും കന്നാസും കൂടെ വെച്ചു, അടുത്ത കവറിനകത്തോട്ട് മറ്റേ കവറുകളും കന്നാസും കൂടെ വെക്കുന്നു. ഇങ്ങനെ ഒന്നൊന്നായി വെക്കുക. അതിനുശേഷം ഒരു വലിയ കവർ എടുക്കുക. ഇങ്ങനത്തെ അല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ കവർ കിട്ടുമല്ലോ, അത് ഒരു വലിയ കവറുള്ളത് എടുക്കുക. അത് നേർപകുതിയായിട്ട് മടക്കണം. മടക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ആ മൂല വരുമല്ലോ, ജോയിൻറ്റ്, ആ ജോയിൻറ്റിൻ്റെ അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യേണ്ട. കട്ട് ചെയ്തതിന് ശേഷം അപ്പം ഇതിൻ്റെ അടിവശത്ത് കറക്റ്റ് നടുഭാഗത്തായിട്ടൊരു കിഴുത്ത വരും. അപ്പോൾ ഈ വലിയ കവറിനകത്തേക്ക് ഈ കുഞ്ഞു കുഞ്ഞു കവറുകളും കന്നാസും കൂടെ കയറ്റുക. കന്നാസ് അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ കവറുകൾ കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കവറുകളും കന്നാസും കൂടി അകത്തേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ഈ അകത്തിരിക്കുന്ന കവറുകളുടെ എല്ലാം വക്കൊന്നും മടക്കി ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പതുക്കെ ഈ കന്നാസിങ് പൊക്കിയെടുക്കണം. അതിനകത്തുനിന്ന് എടുക്കുക. എടുത്തിട്ട് ഇപ്പം വലിയ കവറിനകത്ത് കുഞ്ഞു കുഞ്ഞു കവറുകൾ ഒന്നൊന്നായിട്ട് അടുക്കിയ നിലയിലാണ്. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഓരോരോ കവറുകളായിട്ടിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും.